ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് നൈറ്റ് ഒരു ഡ്രൈവ് പോവുകയാണ്. കാസർഗോഡ് ബേക്കലിനടുത്ത് ഒരു സീ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകാം കാണാം കേട്ടോ. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. അവരിറങ്ങി കേട്ടോ. എന്താ എന്റെ മോനെ കാണുന്നില്ല, വീട്ടിൽ കാണുന്നില്ല. അപ്പൊ ബാക്കി നമുക്ക് പോകുന്ന വഴിയിൽ കാണാവേ. അയ്യോ, എന്നെ കൂട്ടോണ്ട് പോയി. അയ്യോ, ബൈ ബൈ. അപ്പൊ ഞങ്ങള് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെരുമ്പ പാലത്തിൽ ട്രാവലിങ്ങിന്റെ അധികം വീഡിയോസ് എടുത്തിട്ട് ബോറടിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണും, അവിടുത്തെ വിശേഷങ്ങൾ കാണും. ഞാൻ ഫസ്റ്റ് ഓൺ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു സീ പാർക്കിൻ്റെ ഒരു കപ്പൽ പോലെയുള്ള ഒരു ഫുഡ് കോർട്ട്. പൊളിയാട്ടോ, നിറയെ ഉപ്പിലിട്ടതും പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. മരത്തിന്റെ മുകളിൽ തീ പിടിച്ചു ഗൈസ്. അതാ കടന്നൽ കൂട്ട തീടയില്ലേ? ആ, അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. പേടിച്ചതല്ല. പോകുന്ന വഴിയിലാണ് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ അമ്പലത്തിന്റെ അവിടെ മരത്തിന്റെ മുകളിൽ അമ്പലത്തിൻ്റെ അടുത്താണ് മരത്തിൻ്റെ മുകളിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അറിയാൻ വേണ്ടിയിട്ട്. ആരും കണ്ടിട്ടില്ല, ഉണ്ടോ ആളുണ്ടോന്ന് അറിയില്ല. നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ തേനീച്ചക്കൂടിന് തീ വെക്കില്ലേ, തേനെടുക്കാൻ വേണ്ട അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. റോഡൊക്കെ ശോചനീയാവസ്ഥയാണ് കേട്ടോ. പണി
നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ വെറും പൊടിയും. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സീ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് രാത്രി കാലങ്ങളിൽ അവിടെ. പിന്നെ അവിടുത്തെ ഓഡിയോ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, മ്യൂസിക്കും ആകെ ബഹളമാണ്. നല്ല പാട്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലമാണ്. ആ ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി നോക്കണേ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഐസ്ക്രീമിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്, അവിൽ മിൽക്ക് ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊട്ടറ്റോ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഉപ്പിലിട്ടതുണ്ട്, മുളകിലിട്ടതുണ്ട്, ഒരു വക എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറത്തെ ഭാഗം ചായയും അതിനുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ചിക്കൻ ഐറ്റംസും ഒക്കെ ഉണ്ട് അവിടെ. എന്തൊക്കെയാണ് പറയണ്ടത്, പപ്പായ ഉണ്ട്, നാരങ്ങയുണ്ട്, കക്കിരി ഉണ്ട്, പിന്നെ പേരക്കയുണ്ട്, തണ്ണിമത്തൻ, മാങ്ങയുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അത് ഉപ്പിലിട്ടത് മാത്രമല്ല, മുളകിലിട്ടതും ഉണ്ട്. റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 100 രൂപക്ക് 20 പീസ്, അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ചോളം ഒഴികെ, ചോളത്തിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ചോളം ഒഴികെ ബാക്കിയുള്ളത് 20 പീസ്. അത് എത്ര ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് എവിടെയാണ് കറക്റ്റ് സ്പോട്ട് പറയുകയാണെങ്കിൽ പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബേക്കൽ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ. ഞാൻ ആദ്യം ഒരു 5 പീസ് 5 ഐറ്റം 4 പീസ് വെച്ചെടുത്തായിരുന്നു കേട്ടോ.
പൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും പറ്റുവാണെങ്കിൽ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ, കയറി നോക്കണേ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും വേണമെന്ന് പറഞ്ഞു. മക്കളും പറഞ്ഞു ഞങ്ങൾക്കായാലും നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നുകൂടെ എടുത്തു കേട്ടോ. നല്ല പൊടിച്ചമ്മന്തിയും പിന്നെ വേറൊരു ഇതും ഉണ്ടായിരുന്നേ, മുളകിട്ട ഒരു ചമ്മന്തി പോലെ തന്നെ പുളിയും മുളകൊക്കെ ആയിട്ടുള്ള ഒരിതും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ സോസ് പോലെ എന്തോ. രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കാട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉപ്പിലിട്ടതും നമ്മളെ മുളകിലിട്ടതും എല്ലാം ചമ്മന്തിയെല്ലാം കൂട്ടി അടിച്ച് നമ്മളിവിടുന്ന് പോവുകയാണ്. കഴിഞ്ഞുണ്ടാ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പോവാ വീട്ടിൽ പോവാ. വീട്ടിൽ കണ്ണട പൊട്ടിച്ചു. അങ്ങനെ ഇന്ന് എൻ്റെ വെക്ക് എന്നുകൊണ്ട് എൻ്റെ വെക്ക് ഇറങ്ങാൻ നേരത്ത് അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആദ്യം ഞങ്ങൾ വണ്ടി വെച്ച സൈഡിലാണ് അവിൽ മിൽക്കിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അവിടെ കയറി 2 അവിൽ മിൽക്ക് വാങ്ങി അതും കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോയി കേട്ടോ. അവിൽ മിൽക്ക് ഓവർ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു.